ഈ ലൈംഗികാധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നു. എറണാകുളം CJM കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ആവർത്തിച്ച് ഈ പ്രതിഭാഗം ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് കോടതിയുടെ നിലപാട്, അല്ലെങ്കിൽ ജഡ്ജിയുടെ പ്രതികരണം? നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹാജരായിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ. ജാമ്യം അനുവദിക്കണം, അറസ്റ്റ് പോലും ആവശ്യമില്ലാത്ത കേസാണ്, വകുപ്പുകളാണ് എന്ന തരത്തിലാണ് വാദങ്ങൾ. ഒപ്പം ഈ 4 മാസം മുമ്പ് നടന്ന പരിപാടിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പരാതിക്ക് ആധാരമായി ഉന്നയിക്കുന്നത്. അതിനുശേഷവും നടിയും ബോബി ചെമ്മണ്ണൂരുമായി സൗഹൃദമുണ്ടായിരുന്നു, അതിൻ്റെ തെളിവുകളുണ്ട്. അതടക്കം കോടതി പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെ വാദം. വിഷ്ണു, പ്രതിഭാഗം ആവർത്തിച്ച് ചില ദൃശ്യങ്ങൾ കോടതിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എന്താണ് ഈ ദൃശ്യങ്ങൾ? ഒപ്പം പ്രോസിക്യൂഷന്റെ മറുവാദങ്ങൾ എന്തൊക്കെ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ്. താൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ ആണ് സൂചിപ്പിച്ചതെന്ന് കുന്തി ദേവി പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാദം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, കേസിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യമാണോ അതോ റിമാൻഡാണോ എന്ന കാര്യത്തിൽ ഉച്ച കഴിഞ്ഞ് വിധി. വീഡിയോ കോടതി ചേംബറിൽ കണ്ടേക്കും. വീഡിയോ കൂടി കണ്ട ശേഷമായിരിക്കും വിധി. വാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദവും പൂർത്തിയായിരിക്കുന്നു. റിമാൻഡ് വേണ്ട എന്ന് ആവർത്തിക്കുകയാണ് പ്രതിഭാഗം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വാദം പൂർത്തിയാകുമ്പോൾ കോടതി ആ വീഡിയോ കാണാമെന്ന് കോടതി ഒരു നിലപാടിലേക്ക് പോവുകയാണോ? ഗൂഗിൾ ഈ വീഡിയോ കണ്ട ശേഷമായിരിക്കും വിധി എന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പൺ കോർട്ടിൽ കാണില്ല, ചേംബറിൽ കാണാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കോടതി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല, വീഡിയോ നിലവിൽ ഓപ്പൺ കോർട്ടിൽ കാണുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചേംബറിൽ കണ്ട് അതിനുശേഷം വിധി പറയാനാണ് മാറ്റിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകും. അതിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ബോബി ചെമ്മണ്ണൂർ ആകട്ടെ ഇതിൽ താൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടില്ല, താൻ ഒരു തന്റെ ഷോപ്പിന്റെ പബ്ലിസിറ്റി വേണ്ടി പണം നൽകി വിളിച്ചു വരുത്തിയതാണ് ഹണി റോസിനെ. ആ പരിപാടിക്ക് ശേഷം അവർ തങ്ങളുടെ ഈ പരിപാടി അഭിനന്ദിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 4 മാസം മുമ്പ് നടന്ന ഒരു പരിപാടിക്ക് ഇപ്പോൾ പരാതി പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ നടിക്കെതിരെ ഉന്നയിച്ചിരുന്നു. നടി നടത്തുന്നത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. അതുകൊണ്ട് ഈ കേസിൽ ഒരു തരത്തിലും റിമാൻഡിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവർത്തിച്ച് പറഞ്ഞു. പ്രോസിക്യൂഷനാകട്ടെ ശക്തമായി ഈ വാദങ്ങളെല്ലാം എതിർക്കുകയായിരുന്നു. ഈ കേസിൽ അനിവാര്യമാണ് കസ്റ്റഡി, അനിവാര്യമാണ് റിമാൻഡ്, കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മനഃപൂർവ്വമായിരുന്നു ഈ പരാമർശങ്ങൾ. അത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ്. അതങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാനാവില്ല. കൃത്യമായി നിരന്തരം വേട്ടയാടി തന്നെയെന്ന് ഹണി റോസ് കോടതി പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ പരിപാടി നടന്ന ദിവസം തന്നെ പൊതുമധ്യത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ അധിക്ഷേപിച്ചത്. അതൊരു പൊതുവേദിയായതുകൊണ്ട് അവിടെ വെച്ച് താൻ പ്രതികരിച്ചില്ല. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞ ശേഷം തന്റെ മാതാവ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറെ വിളിച്ച് തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ എത്തി തന്നോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ മോശം പരാമർശം തന്നെ കുറിച്ച് നടത്തി. മറ്റൊന്ന്, ഒരു യൂട്യൂബ് ചാനലായ ജാങ്കോ സ്പേസിൽ ഇന്റർവ്യൂ നൽകിയ ഘട്ടത്തിലെല്ലാം ബോബി ചെമ്മണ്ണൂർ തന്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ച് തന്നെ അവിടെയും മോശപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിസ്സാരമായ പ്രവൃത്തിയല്ല, തന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ട് പിന്തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. അത് കരുതിക്കൂട്ടിയുള്ള ഒരു ക്രൈം തന്നെയെന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ജാമ്യാപേക്ഷ തള്ളേണ്ടതും അതോടൊപ്പം തന്നെ റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടതുമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രതി ഉന്നത സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദേശത്തേക്കടക്കം പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള അതിസമ്പന്നനാണ്. അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം നൽകുന്നത് വഴി തെളിവുകളടക്കം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലാകുന്ന ആളുകൾക്ക് ഒരു ധൈര്യമാകും. ഈ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അവർക്കൊരു ധൈര്യമായി മാറും. എന്തും
ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായി മാറും, അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്നൊരു ഗുരുതര വാദം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. പൂർണ്ണമായും ഈ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം നൽകണമെന്ന വാദത്തെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. പ്രതിഭാഗവും ശക്തമായി തന്നെ ഇക്കാര്യങ്ങൾ, അതായത് ജാമ്യം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഏറ്റവും നിർണായകമായത് ഈ ദൃശ്യങ്ങൾ കോടതി കാണാൻ പോകുന്നു എന്നുള്ളതാണ്. അത് കണ്ട ശേഷം നിലപാട് സ്വീകരിക്കും. ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം പറയുന്നത് അതിൽ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടന്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഇത്തരത്തിൽ പ്രചരിക്കപ്പെടുകയും അത് ഇതിനോടകം തന്നെ യൂട്യൂബ് അടക്കമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വിലക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കണ്ടന്റ് അല്ല അതെന്ന് പ്രതിഭാഗം പറയുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് അതിൽ ദ്വയാർത്ഥ പ്രയോഗമുണ്ട് എന്ന് ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ അതൊരു മിനിറ്റ് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ ദ്വയാർത്ഥ പ്രയോഗം ഉള്ളതാണെന്ന് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ, ഈ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട് ഒരു വെർബൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ഒരു നിർണായകമായ നിലപാട് കോടതി പറഞ്ഞത് ഈ സ്ത്രീകളുടെ ശരീരാകൃതി വർണ്ണിക്കുന്നത് പോലും അത് ഏത് തരത്തിലാണെങ്കിൽ പോലും അത് ക്രൈമാണ് എന്ന് പറഞ്ഞിരുന്നു. ആ കോടതിയുടെ ഉത്തരവടക്കം അല്ലെങ്കിൽ ആ പരാമർശമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം തടയണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അല്പസമയം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിധി ഉണ്ടാകും. നിലവിൽ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. നേരത്തെ തന്നെ പോലീസും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതൊരു നിസ്സാരവൽക്കരിച്ച ഈ കേസിനെ കാണാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല. സൈബർ ബുള്ളിങ്ങിന്റെ എക്സ്ട്രീം വെർഷനാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള അറസ്റ്റും ഇത്രയും കുറ്റമറ്റൊരു റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കാൻ പോലീസ് തയ്യാറായത്. ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഹണി റോസിന്റെ കേസിൽ മാത്രമല്ല, ഹണി റോസിനെ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഈ ഇന്റർവ്യൂകൾ നൽകുമ്പോൾ അവിടുത്തെ അവതാരകരെ അടക്കം അല്ലെങ്കിൽ പൊതുമധ്യത്തിലടക്കം ഈ ലൈംഗിക ചുവയോടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന വീഡിയോകളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം കസ്റ്റോഡിയൽ ഇന്ററോഗേഷനിലേക്ക് ഈ കേസിൽ പോകണം. ഒപ്പം തന്നെ ഈ റിമാൻഡ് നടപടിയിലേക്ക് പോകണം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് വിടേണ്ടത് ഈ കേസിന്റെ നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. കാരണം ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ജാമ്യം ഈ സാക്ഷി പറഞ്ഞ ആളുകളെ സ്വാധീനിക്കാനുള്ള സാധ്യതയയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തടയേണ്ടത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനുള്ള നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അംഗീകരിക്കരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ഇതിനെല്ലാം വിഭിന്നമായിരുന്നു ഇന്ന് പ്രതിഭാഗം ഉന്നയിച്ചത്. കാരണം ശക്തമായ വാദമാണ്. ഇത് അറസ്റ്റ് പോലും വേണ്ടാത്തൊരു കേസ് എന്നാണ് അഡ്വക്കേറ്റ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചത്. അതായത് അറസ്റ്റ് പോലും വേണ്ടാത്തൊരു കേസ്, എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് അറസ്റ്റ് നടത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഇത് പഴയ IPC അല്ല, 354 IPC അല്ല. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളിലൊക്കെ IPC 354 രജിസ്റ്റർ ചെയ്യുകയും ഈ നടന്മാർക്കടക്കം ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ആ വകുപ്പല്ല നിലവിലെന്ന് മറുപടി നൽകുകയാണ് പ്രതിഭാഗത്തിന് പ്രോസിക്യൂഷൻ. ഇത് BNS പ്രകാരമുള്ള വകുപ്പാണ്. BNS 75 പ്രകാരമാണ് കേസെടുത്തത്. ജാമ്യമില്ല വകുപ്പാണ്. കുറ്റകരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ വകുപ്പിന്റെ പരിധിയിൽ വരിക. അതുകൊണ്ട് ജാമ്യം നൽകാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. ഈ ഗുരുതരമായ ആരോപണങ്ങൾ നടിക്കെതിരെയും ഈ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടി നടത്തുന്നൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വാർത്തകളിലടക്കം നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. എന്തെങ്കിലും പരാതി നടിക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഇക്കാര്യം അറിയിച്ചില്ല? അതിനുശേഷം പിന്നീട് ഇപ്പോൾ 4 മാസത്തിനിപ്പുറം ഈ പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനം എന്താണ്? അതിൽ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്, ചില ആസൂത്രിതമായ ചില നീക്കങ്ങളുണ്ട് എന്നൊക്കെ പ്രതിഭാഗം പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി ഉണ്ടാകും. ഈ വിധി എന്ത് തന്നെ ആയിരുന്നാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ മെസ്സേജ് പോലീസും സർക്കാരും എല്ലാം നൽകിയിട്ടുണ്ട്. അതായത് സൈബർ ബുള്ളിംഗ് നടത്തുന്ന ആളുകൾക്ക്, സൈബർ ലിഞ്ചിങ് നടത്തുന്ന ആളുകൾക്ക് അവർക്ക് ജയിലിലേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. അവർ സേഫാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഫേക്ക് ഐഡിയിൽ നിന്ന് നിങ്ങൾ അശ്ലീല കമന്റുകളൊക്കെ ഇട്ടാൽ നിങ്ങളെ ആരും പിടികൂടില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നിങ്ങളെ പിടികൂടും എന്നൊരു സന്ദേശം കൂടി ഇതിനോടകം തന്നെ കേരള പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അറസ്റ്റ് കൂടി ഉണ്ടായാൽ, അല്ലെ റിമാൻഡ് കൂടി ഉണ്ടായാൽ അത് പൂർണ്ണമാകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം ഇതിൽ റിമാൻഡ് ഉണ്ടായില്ലെങ്കിൽ ഒരു തെറ്റായ സന്ദേശം പുറത്തേക്ക് പോകും. കാരണം ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്ന, ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന സ്ത്രീകളെ നിരന്തരം സൈബർ ബുള്ളിങ്ങിനും ലിഞ്ചിങ്ങിനും ഒക്കെ ഇരയാക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകും. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്കും എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്കും ജാമ്യം ലഭിക്കാവുന്നതേ ഉള്ളൂ എന്നൊരു മനോനിലയിലേക്ക് ഇവർ എത്തും. ഇവർ കൂടുതൽ കരുത്താർജിക്കും. ഇവർ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് തുടർച്ചയായി പോകുമെന്നുള്ള ഗുരുതരമായ വാദങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി കോടതിയാണ് ഈ വിഷയത്തിൽ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക, അന്തിമ തീരുമാനം എടുക്കുക. അതിലേറ്റവും നിർണായകമായത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്ന് കോടതി പറഞ്ഞ കോടതിയുടെ തീരുമാനമാണ്. ഗൂഗിൾ.
ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. അശ്വിൻ പാലാഴ് കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ ആദ്യം മുതൽ തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ, അല്ലെങ്കിൽ അതിന് പോലുമുള്ള ഗ്രൗണ്ട് ഇല്ല എന്നതാണ് പ്രതിഭാഗം ഉന്നയിച്ച വാദം. ഒപ്പം ആ വീഡിയോ 4 മാസം മുന്നേ നടന്ന പരിപാടി, അതിൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ നടിയുടെ ഭാഗത്തു നിന്നൊരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല എന്നതൊക്കെയുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തിയത്. അതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ്റെ ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. നിരന്തരം ഇത്തരം കുറ്റകൃത്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ അശ്ലീല പരാമർശം നടത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നടക്കം പ്രോസിക്യൂഷൻ വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിലെ വിധി ഉച്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം അതിലൊരു വീഡിയോ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും വരിക. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, നിരന്തരമായി ഈ അശ്ലീല പരാമർശങ്ങൾ അത് പൊതു ഇടത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ആവർത്തിക്കുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വാദിക്കാനുള്ള പ്രോസിക്യൂഷന്റെ ശ്രമം. അതെന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു? ഗോകുൽ, പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം, അതായത് ഈ പരിപാടി നടന്നത് ഓഗസ്റ്റിലാണ്, അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇത്രയും മാസങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് പരാതി നൽകിയില്ല, നടി തന്നെ അഭിനന്ദിച്ചിരുന്നു അന്ന് എന്നെല്ലാമൊക്കെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ നടി ഇതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു. അതായത് തന്നെ നിരന്തരം ഈ ബോബി ചെമ്മണ്ണൂർ വേട്ടയാടുകയായിരുന്നു. അന്നത്തെ ആ പരിപാടിയിൽ താൻ പരാതി പറയായിരുന്നത് അതൊരു പൊതുവേദിയായിരുന്നുകൊണ്ടാണ്. എന്നാൽ തൻ്റെ അമ്മ ഈ പരാതി ഉന്നയിച്ചിരുന്നു, ബോബി ചെമ്മണ്ണൂർ മാനേജറെ വിളിച്ച് ഉന്നയിച്ചിരുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. താനൊരു ജിമ്മിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അവിടെയും എത്തി. അവിടെയും തന്നോട് മോശമായി, അല്ലെങ്കിൽ തന്റെ പേര് മോശമായി പരാമർശിച്ചു. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ജാങ്കോ സ്പേസിന് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ബോബി ചെമ്മണ്ണൂർ നൽകിയ ഒരു ഇന്റർവ്യൂ, അതായത് ഒരു വ്യക്തിയെ മറ്റ് ഒരു ചാനൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ അനാവശ്യമായി ഹണി റോസ് എന്ന തന്റെ പേര് വലിച്ചെടുക്കുകയും തന്നോട് തന്റെ പേര് ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം തന്നെ വേട്ടയാടുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് നടി നൽകിയ പരാതിയിലുണ്ട്. അക്കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയത് ഇത് ഈ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ശൈലി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ദ്വാർത്ഥ പ്രയോഗങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതിന് പ്രധാനമായും കഴിഞ്ഞ നാളുകളിലൊക്കെ ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അയാൾ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ, ആ അഭിമുഖങ്ങളിൽ അവതാരകരോട്, പ്രത്യേകിച്ച് സ്ത്രീ ആങ്കർമാരോടൊക്കെ അയാൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. ആ പരാമർശങ്ങളുടെയൊക്കെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഈ ദ്വാർത്ഥ പ്രയോഗങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ആളാണെന്ന് സമർത്ഥിക്കാൻ, അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. എത്രത്തോളം കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഇനി ഈ വിധി വരുന്നതോടുകൂടി മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ പോലും ഒരു ശക്തമായ വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് ഇത് ഒരു പെട്ടെന്ന് കേസ് എടുത്ത് പെട്ടെന്ന് ജാമ്യത്തിലേക്ക് പോകുമെന്നാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇത്തരം വകുപ്പുകൾ IT ആക്ട് അടക്കം രജിസ്റ്റർ ചെയ്ത് ഹണി റോസിന്റെ പരാതിയും രജിസ്റ്റർ ചെയ്തൊരു കേസെടുക്കുകയും അതിലൊരു അറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അയാൾക്ക് ആ നിമിഷം തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. വലിയ വാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇടക്കാല ജാമ്യം അനുവദിക്കായിരുന്നു. ഈ കേസിൽ സമാനമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഈ കേസിൽ ചില ഗുരുതരമായ സ്വഭാവമുണ്ട്. ഇയാളുടെ പക്കൽ നിന്ന്, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ പക്കൽ നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ കൃത്യമായി വേട്ടയാടാൻ ഉദ്ദേശിച്ച് ഹണി റോസിനെ പിന്തുടർന്ന് ആക്രമിച്ചു തരത്തിലുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അത് സാധൂകരിക്കുന്ന തെളിവുകളടക്കം നടിയും പോലീസും ഹാജരാക്കിയിട്ടുണ്ട്. ഈ പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ നടി അത്തരം തെളിവുകൾ കൈമാറിയിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷനും അത്തരം തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയാണ് ഇയാളുടെ ജാമ്യം റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ വീഡിയോ ദൃശ്യങ്ങൾ നിലവിൽ ഇപ്പോൾ ചേംബറിൽ ജഡ്ജി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിലൊരു വിധി ഉണ്ടാകുക. നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂർ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത് താൻ ഈ വിവാദ പരാമർശം നടത്തിയത് അതൊരു പുരാണ കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടില്ല. കാരണം തനിക്ക് ഹണി റോസുമായി വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല, അങ്ങനെ എന്തിനാണ് അവരെ ആക്രമിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പോലീസിനോട് പറഞ്ഞു. അതേ വാദം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെയും അറിയിച്ചു. ആ വാദങ്ങളെല്ലാം പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി അറിയേണ്ടത് എന്താകും വിധി എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകുമോ അതോ അല്ലെങ്കിൽ ഈ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഗോകുൽ, ശരി, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമോ അതോ റിമാൻഡോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും. ഒരു വീഡിയോ ദൃശ്യങ്ങൾ കൂടി പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. അത് ഈ നടിയുടെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷമായിരിക്കും ജഡ്ജി വിധി പറയുന്നത്.